ഈ ലോകം പരിധികളില്ലാത്ത അശാന്തിയിൽ അമരുമ്പോഴും എണ്ണമറ്റ സങ്കീർണതകൾ, പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുമ്പോഴും നമുക്ക് മുന്നിൽ പൂർണ്ണമായ ഒരു പരിഹാരമുണ്ട്. മനുഷ്യപുത്രന്റെ സുവിശേഷമാണത്. ലോകത്തിന്റെ അതിർത്തികളോളം ആ സ്നേഹസന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യവുമായി ജീവിക്കുന്ന അനേകർ, അവരുടെ നിസ്വാർത്ഥവും ദിവ്യസ്നേഹത്തിൽ അധിഷ്ഠിതവുമായ പ്രവർത്തനങ്ങളിലൂടെ അനേകർ അനുദിനം സത്യദൈവത്തിന്റെ സ്പർശനം തിരിച്ചറിയുന്നു. അവരുടെ സമർപ്പണത്തിലൂടെ ക്രിസ്തുവിന്റെ മഹത്തായ രക്ഷാകര കർമ്മം അനേകരിൽ പൂർത്തീകരിക്കപ്പെടുന്നു. ബിഷപ്പ് മാർ ഗ്രേഷ്യൻ മുണ്ടാടൻ തൻ്റെ പ്രവർത്തന വീഥികളുടെ വ്യത്യസ്തത കൊണ്ടും സുവിശേഷ തീഷ്ണത കൊണ്ടും കർത്താവിൻ്റെ അജഗണത്തിനിടയിൽ സമാനതകളില്ലാത്ത ഒരു സ്ഥാനം അലങ്കരിക്കുന്നു. 1970കളിൽ തുടക്കം കുറിച്ച സീറോ മലബാർ സഭ ബിജനോർ രൂപതയുടെ ആദ്യ ഇടയനായി അഭിഷേകം ചെയ്യപ്പെട്ട അദ്ദേഹം ആ ദേശത്തെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വളർത്തിയെടുക്കുവാൻ വഹിച്ച പങ്ക് നിസ്തുലമാണ്. അഭിവന്യ ഗ്രേഷ്യൻ പിതാവിനായി നിശ്ചയിക്കപ്പെട്ട പ്രവർത്തന മേഖല ഏറെ വിശാലമായിരുന്നു. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഇനിയും ക്രിസ്തുവിനെ അറിയാത്ത കോടിക്കണക്കിനായ ജനങ്ങൾക്കിടയിലേക്കാണ് ദൈവം അദ്ദേഹത്തെ നിയോഗിച്ചത്. തൻ്റെ മുദ്ര പതിപ്പിച്ച ഒരാത്മാവിൻ്റെ മേൽ അവിടുത്തെ കരം എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്ന ഉറച്ച ബോധ്യമാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിർണായകമായ ഒരു ജീവിത വീഥിയിലേക്ക് ദൈവം അദ്ദേഹത്തെ കരം പിടിച്ച് നയിക്കുകയായിരുന്നു. നാല് പതിറ്റാണ്ടിലേറെ കാലം സീറോ മലബാർ സഭയുടെ ബിജനോർ മിഷൻ പ്രദേശങ്ങളിൽ ആത്മീയവും ഭൗതികവുമായ എണ്ണമറ്റ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ഭാരതത്തിലെ മറ്റു മിഷൻ പ്രദേശങ്ങളുമായും അടുത്തിടപഴകുകയും ചെയ്ത അഭിവന്യ ഗ്രേഷ്യൻ മുണ്ടാടൻ പിതാവ് ചില ആശങ്കകളും നമ്മോട് പങ്കുവയ്ക്കുന്നു. മുൻകാലങ്ങളിൽ എന്നതുപോലുള്ള ഒരു പ്രേഷിത തീഷ്ണത നവതലമുറകളിൽ പലപ്പോഴും ദൃശ്യമല്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. നിസ്വാർത്ഥ സ്നേഹത്തിന്റെ വക്താക്കളായി ഏറെ മിഷണറിമാർ ഇനിയും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നെത്തേണ്ടതുണ്ട് എന്ന് പിതാവ് ഓർമ്മിപ്പിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് നമുക്ക് മിഷനെക്കുറിച്ച് കേരള സഭയിൽ വേണ്ടത്ര ബോധ്യങ്ങളുണ്ടോ എന്ന് ഒരു സംശയം ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അന്നൊക്കെ ഞങ്ങൾ പോയ അവസരങ്ങളിലൊക്കെ മിഷൻ ട്രസ്റ്റ് ശക്തിയായിട്ടുണ്ടായിരുന്നതാണ്. നമ്മുടെ സീറോ മലബാർ സഭയ്ക്കും ഉണ്ടായിരുന്നു, ലാറ്റിൻ സഭയ്ക്കും ഉണ്ടായിരുന്നു അന്ന് ആ അവസരത്തിൽ. പക്ഷേ ഇപ്പോഴത് പതുക്കെ കുറഞ്ഞു പോയിരുന്നത് പോലെ എനിക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പശ്ചാത്തലമാണ് അതിന് കാരണമായി നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയൊക്കെ അപ്പോഴുള്ള പരിതസ്ഥിതി ഒന്നാമത് വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ളതായ സ്ഥലങ്ങളാണ് അവിടെ ആവശ്യങ്ങൾ വളരെയേറെയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ആരോഗ്യപരമായ രംഗത്തുമൊക്കെ വളരെയേറെ ആവശ്യങ്ങളുണ്ട്. ആളുകൾക്ക് വളരെ ആവശ്യങ്ങളുണ്ട്. പക്ഷേ അതിനുവേണ്ടി ഇപ്പോഴിങ്ങനെ ഇവിടെ നിന്ന് മിഷനിലേക്ക് പിള്ളേർ വരുന്ന അല്ലെങ്കിൽ ആ വൊക്കേഷൻസ് ദൈവവിളി ഉണ്ടാകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ കുറഞ്ഞു വരുന്നത് പോലെ തോന്നിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കേരളത്തിലുള്ള
പിള്ളേർക്ക് ഒരു പക്ഷേ ഇവിടെ തന്നെ വൈദികരായി തീരണമെന്നുള്ളതായൊരു വിചാരമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഇവിടെ വന്ന് ഞങ്ങൾ ദൈവവിളികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ അടുക്കലേക്ക് സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളാണിതെല്ലാം. നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയിൽ വിശ്വസിക്കുന്നവരാണ്, ഈശോയുടെ ആ മിഷൻ പ്രവർത്തനം തുടർന്നുകൊണ്ട് പോകേണ്ടവരാണ് നമ്മളെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏതെല്ലാം സാഹചര്യങ്ങളായാലും ആ സാഹചര്യങ്ങളിൽ കൂടി നമ്മൾ കടന്നുപോയി അവിടെ ഈശോയെ നമ്മൾ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യണം എന്നുള്ളതായ ആ ഒരു ചിന്ത എല്ലായ്പ്പോഴും നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. കേരളത്തിൻ്റെ സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ മാത്രം പരിചയിച്ചിട്ടുള്ള സാധാരണക്കാരെ സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ അല്പം ദുഷ്കരമായ അവസ്ഥകളാണ് ഇന്നും മറ്റേറെ സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്നത്. ആരോഗ്യപരവും വിദ്യാഭ്യാസപരവുമായ കാര്യങ്ങളിൽ ഇന്നും ഏറെ താഴെയായിരിക്കുന്ന ഇത്തരം സമൂഹങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹ സന്ദേശവുമായി അനേകർ കടന്നു ചെല്ലേണ്ടതുണ്ട് എന്ന വസ്തുതയെ അഭിമന്യ പിതാവ് ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അഭിമാനകരമായി ഏറെ മേഖലകളിൽ ഇടപെടുവാൻ കഴിഞ്ഞിട്ടുള്ള ബിജനൂറിലെ മിഷണറി സമൂഹങ്ങൾക്ക് ഇതിനകം ആ നാടുകളിൽ ഏറെ അംഗീകാരം നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. പാവപ്പെട്ടവരായ അനേകരുടെ ഹൃദയങ്ങളിൽ വലിയ സ്ഥാനം നേടിയെടുക്കുവാനും ആ ശുശ്രൂഷകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അവിടെ നടക്കുന്ന ഈ രീതിയിലുള്ളതായ പരിതസ്ഥിതികളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങോട്ട് അധികം ആളുകൾക്ക് വരാനായിട്ട് സാധിക്കാതെ വരുന്നത്. ഇതുകൂടാതെ സാധാരണ രീതിയിൽ തന്നെ നമ്മൾ ഒരുപടി സോഷ്യൽ വർക്ക്, സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും ഈ ഗ്രാമങ്ങളിലൊക്കെ ചികിത്സ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരിടയ്ക്ക് ഞങ്ങൾ വളരെയേറെ പേരെ ഇങ്ങനെ പരിശീലിപ്പിച്ചു. ഒരു ഗ്രാമത്തിൽ ചെന്ന് ചികിത്സ ചെയ്യത്തക്ക രീതിയിൽ അവരെയൊക്കെ പരിശീലിപ്പിച്ച് അങ്ങനെ അവർക്കൊരു കിറ്റുമൊക്കെ കൊടുത്ത് അവരെ അങ്ങനെ വിട്ട് അങ്ങനെ കുറേ പേരെ അവരെ കൊണ്ട് അങ്ങനെ വളരെ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ജനങ്ങളുമായിട്ടുള്ളതായ താതാത്മ്യം അത് ഞങ്ങൾക്ക് ശക്തമായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളവരാണ്. ഇപ്പോൾ നമ്മുടെ സ്കൂളുകളെക്കുറിച്ച് തന്നെയാണെങ്കിലും അവരവിടെ പലപ്പോഴും പറയും ദ ബെസ്റ്റ് ആൻഡ് ദ ചീപ്പസ്റ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരുപടി സ്കൂളുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. തുടങ്ങിയ കാലങ്ങളിൽ ഒന്നുമില്ലായിരുന്നു നമ്മൾ തുടങ്ങിയ കാലങ്ങളിൽ. ഇപ്പോൾ കുറേ സ്കൂളുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അതെല്ലാം വന്നാലും ശരി അവർ പറയുന്നത് നമ്മുടേതാണ് ദ ചീപ്പസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ്. അതുകൊണ്ട് അവർക്ക് അവിടെ തന്നെ അഡ്മിഷൻ വേണം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവിടെ വരാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും നമ്മുടെ സ്കൂളിനോട് അടുത്ത സ്ഥലങ്ങളിൽ അവിടെ വന്ന് വീടുകൾ വെച്ച് താമസിച്ചുകൊണ്ട് അവിടെയൊക്കെ കുട്ടികളെ വിടുന്ന ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അടുത്ത കാലങ്ങളിലായി ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനഹൃദയങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ടു പുകയുന്ന വർഗീയ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ബിജനോർ മിഷൻ പ്രദേശങ്ങളെക്കുറിച്ച് അഭിമന്യ പിതാവ് പങ്കുവയ്ക്കുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ വക്താക്കളായി തങ്ങൾക്കിടയിലേക്ക് കടന്നെത്തുകയും എണ്ണമറ്റ സേവനങ്ങൾ തങ്ങൾക്കായി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്ത മിഷണറി സമൂഹത്തെ ഏറെ സ്നേഹത്തോടെയാണ് ആ ദേശവാസികൾ എന്നും കണ്ടിട്ടുള്ളതെന്ന് അഭിമന്യ പിതാവ് അനുസ്മരിക്കുന്നു. തികച്ചും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയും ദുഷ്ടലാക്കോടെയും
മനുഷ്യഹൃദയങ്ങളിൽ വിഷം കുത്തിവയ്ക്കുന്ന ചിലരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി പലയിടത്തും അശാന്തി ഉടലെടുക്കുന്നുവെങ്കിലും അത്തരം മനോഭാവങ്ങളെ ക്രിസ്തീയ സ്നേഹം പങ്കുവയ്ക്കുന്നതിലൂടെ പരാജയപ്പെടുത്താനാകുമെന്ന് ഈ അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആളുകൾക്ക് നമ്മളോട് ഒരു അറ്റാച്ച്മെൻറ്റും നമ്മളെ വേണം ഒരു ആശയങ്ങളൊക്കെ അവർക്ക് ധാരാളമായിട്ടുണ്ട്. വർഗീയമായിട്ടുള്ളതായ ബഹളങ്ങളൊന്നും ആ പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് ഇതേവരെ അനുഭവപ്പെട്ടിട്ടില്ല. ആ പ്രദേശത്ത് യുപിയിൽ പല സ്ഥലത്തും വർഗീയ ബഹളങ്ങൾ ഉള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളുടെ ആ പ്രദേശത്ത് ഞങ്ങൾക്ക് വിരോധമായിട്ട് കാര്യമായിട്ടൊന്നും ഇതേവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ചെറിയ 1-2 ഇൻസിഡൻസൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ അതൊക്കെ നിസ്സാരമായിട്ട് പോകാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റു തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് അങ്ങനെയുള്ളതായ ഒരു വലിയൊരു ഞങ്ങളെക്കുറിച്ചുള്ളതായ ആ താല്പര്യവും ഞങ്ങളോടുള്ള ബന്ധവും അതൊക്കെ വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ട് പോകുന്നൊരു സാഹചര്യം അവിടെയുണ്ട്. അത് ഇനിയും വളർന്നുകൊണ്ടിരിക്കും. കാരണം ഇപ്പം നമ്മുടെ കുട്ടികൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിച്ചു പോകുന്ന കുട്ടികളാണ് ഇനി വരാൻ പോകുന്ന തലമുറ. അപ്പോൾ അവർക്ക് ആ വിചാരം ഉണ്ടാവും, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇതിനുള്ള സാഹചര്യങ്ങളൊക്കെ കിട്ടിയത് ഇവർ വഴിയായിട്ടാണ് എന്നുള്ളതായ ആ ഒരു രീതിയിൽ അവർ വരുമെന്നാണ് പ്രതീക്ഷ. തിരുസഭയുടെ അടിസ്ഥാന സ്വഭാവങ്ങളിലൊന്നാണ് പ്രേഷിത പ്രവർത്തനം. ഓരോ സഭാംഗങ്ങൾക്കും ക്രിസ്തുവിൻ്റെ സുവിശേഷം തങ്ങളുടെ ജീവിതങ്ങളിലൂടെ പങ്കുവയ്ക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ അവിടുത്തെ സ്നേഹസന്ദേശത്തിൻ്റെ വക്താക്കളായിരിക്കുന്നതിനു പുറമെ ഇനിയും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത അനേകർക്കിടയിലേക്ക് കടന്നു ചെല്ലേണ്ടതുമുണ്ട്. ഭാരതത്തിൻ്റെ എല്ലാ മിഷൻ പ്രദേശങ്ങളുമായും അടുത്തിടപഴകുവാൻ ദൈവം പ്രത്യേക അനുഗ്രഹം നൽകിയ അഭിമന്യ പിതാവ് സഭയുടെ പ്രേഷിത ദൗത്യം ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. വത്തിക്കാൻ സുനകദോസിൻ്റെ ഡിക്രികളിൽ നമുക്ക് വായിക്കാൻ ആദ്യന്തസ്സിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സഭ ബൈ നേച്ചർ സ്വാഭാവികമായിട്ട് മിഷനറിയാണ്. സഭ മിഷനറി ആയിരുന്നെങ്കിൽ മാത്രമേ സഭ വളർന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അത് ഒരു വലിയ തത്വമാണ്. അത് നമ്മളൊരിക്കലും മറന്നു പോകാൻ പാടില്ല. പൗലോസ് 6-ാമൻ മാർപ്പാപ്പ എവഞ്ചേലിയൻ ശാന്തിയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ആ വിവിധ പ്രേഷിത പ്രവർത്തനത്തിൻ്റെ വിവിധ സ്റ്റേജുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവസാനം പറയുന്നത് അതിൻ്റെ പ്രേഷിത പ്രവർത്തനം പരിപൂർണമായി തീരുന്നത് അത് ഒരു സഭ പ്രേക്ഷിതയായിത്തീരുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മിഷനറിമാരെ അയക്കുന്ന സാഹചര്യം വരുമ്പോഴേ അതൊരു പൂർണ്ണമായിട്ടുള്ള പ്രേക്ഷിതത്വം സഭയുടെ വളർച്ചയായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലായ്പ്പോഴും മിഷൻ പ്രവർത്തനം സഭയുടെ വലിയൊരു കാര്യമാണ്. ഈശോ അതാണ് പറഞ്ഞു വിട്ടത്, ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടത് അതാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിങ്ങൾ പോയി ഞാൻ പഠിപ്പിച്ചത് അവരെ പഠിപ്പിക്കണം. ഞാൻ ഒരാളെ ഉള്ളൂ, ഇവിടെയായിരുന്നു കൊണ്ട് ഞാനിവിടെയാണ് പഠിപ്പിച്ചത്. പക്ഷേ നിങ്ങൾ പോയി എല്ലായിടത്തും എല്ലാവരെയും അത് പഠിപ്പിക്കണം. അത് പഠിപ്പിക്കുക എന്നുള്ള ചുമതലയാണ്. പൗലോസ്ലീഹായും പറയുന്നുണ്ട്, അയക്കപ്പെട്ടില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും, പ്രസംഗിച്ചില്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിന് മിഷനറിമാരെ വേണം. അപ്പോൾ ഇവിടെ ധാരാളം നമുക്ക് മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. അത് ഈ സഭയാണ് ചെയ്യേണ്ടത്. സഭ ചെയ്തില്ലെങ്കിൽ അത് സാധിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി മിഷനറിമാരെ അയക്കണം, ധാരാളം പേര് മിഷനറിമാരെ അയക്കണം. നമ്മുടെ സഭയൊക്കെ വളർന്ന് അതിൻ്റെ പൂർണ്ണതയിലെത്തിയിരിക്കുന്ന അവസരത്തിൽ മിഷനറിമാരെ ധാരാളമായി നമ്മൾ അയച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് സാധിക്കുന്നത്. ഈ ഭാരതം നമ്മുടെ ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് ഈ സീറോ മലബാർ സഭയുടെ വലിയൊരു ഉത്തരവാദിത്വമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് ആ ആരംഭത്തിൽ തന്നെ
ഈശോയുടെ അപ്പസ്തോലന്മാരിൽ ഒരാൾ വരുന്നതിനും അദ്ദേഹം നമുക്ക് വേണ്ടി ഇവിടെ അവിടുത്തെ ആ ഈശോയിലുള്ളതായ വിശ്വാസം നമുക്ക് പകർന്നു തരുന്നതിനും അത് നമ്മുടെ പൂർവികന്മാർ നമുക്ക് പകർന്നു തന്നുകൊണ്ട് നമ്മൾ ഇന്നും ആ സജീവമായ രീതിയിൽ അത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് നമ്മളിനി തുടർന്നുകൊണ്ട് പോകേണ്ടത് നമ്മുടെ ചുമതലയാണ്. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളസഭയിൽ സമാനതകളില്ലാത്ത വിധമുയർന്ന ദൈവവിളികൾ എന്നുമുണ്ടായിരുന്നു. നമ്മുടെ കുടുംബങ്ങളെന്നും കുടുംബ പ്രാർത്ഥനയ്ക്കും അനുദിന ദിവ്യബലിക്കും അഭിഷിക്തരും സന്യസ്തരുമായുള്ള ബന്ധത്തിനും വലിയ വില കൽപ്പിച്ചിരുന്നതാണ് അതിന് പ്രധാന കാരണം. ഈ കാലഘട്ടത്തിൽ ദൈവവിളിയുമായി ബന്ധപ്പെട്ട് നാം പ്രതിസന്ധി നേരിടുന്നുവെങ്കിൽ നമ്മുടെ മാറിയ ആത്മീയ കാഴ്ചപ്പാടുകളിൽ പുനഃപരിശോധന വേണമെന്ന് അഭിമന്യ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാനൊരിക്കൽ ജർമ്മനിയിൽ ഒരു വിസിറ്റ് നടത്തിയ അവസരത്തിൽ അവിടെ ഒരു പുരോഹിതൻ എന്നോട് ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ ഇടയിൽ നിന്ന് ധാരാളം ദൈവവിളികളുണ്ടല്ലോ, അതിൻ്റെ രഹസ്യം എന്താണെന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളുടെ അമ്മമാർ ഞങ്ങളുടെ മക്കളെ വളർത്തുന്ന ജോലിയാണ് അവർക്ക് പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ പിതാമഹന്മാരും മാതാപിതാക്കന്മാരും അവരുമൊക്കെ കുഞ്ഞുങ്ങൾ വളർത്തുന്നതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നവരാണെന്ന് പറഞ്ഞു. രണ്ടാമതൊരു കാര്യം ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ കുടുംബങ്ങളുടെ അന്ന് തീർച്ചയായിട്ടും എനിക്ക് ബോധ്യത്തോടുകൂടി പറയാൻ സാധിക്കുമായിരുന്നു, ഇന്നെനിക്കറിയാൻ മേല, ഇന്ന് മാത്രം അത് സാധാരണയായി തീർന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ ബോധ്യത്തോടുകൂടി ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ എല്ലായ്പ്പോഴും ഈ സന്ധ്യാപ്രാർത്ഥന ഒരു നിർബന്ധമാണ്, എല്ലായിടത്തും ഉണ്ടാകും, എല്ലാ കുടുംബങ്ങളിലും സന്ധ്യാപ്രാർത്ഥന ഉണ്ടാകും. മൂന്നാമതൊരു കാര്യം ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ വികാരിയച്ഛന്മാർ അവർ ഞങ്ങളുടെ കുടുംബങ്ങളെ സന്ദർശിക്കും. അവർ കുടുംബങ്ങളിൽ വരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവമാണ്. അച്ഛന്മാർ വരുമ്പോഴേക്കും മാതാപിതാക്കന്മാർ അവരോട് കാണിക്കുന്ന ബഹുമാനം, അവർക്ക് വേണ്ടിയൊക്കെ ഒരുക്കുന്നതൊക്കെ, അതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾക്ക് അവരെക്കുറിച്ച് വലിയ അപ്രീസിയേഷനാണ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഇടയിൽ അതുപോലെ ആയി തീരാനായിട്ടുള്ളതായ ആഗ്രഹം, ഒരു വൈദികനാകാൻ സന്യാസിയാകാനായിട്ടുള്ളതായ ആഗ്രഹമൊക്കെ ധാരാളമായിട്ടുണ്ടാകും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നു ഞങ്ങളുടെ ഇടയിൽ ദൈവവിളികൾ കൂടുതലുള്ളതെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അത് എൻ്റെ അനുഭവങ്ങളാണ്, അത് ഞാൻ പറഞ്ഞത്. അത് തന്നെ എനിക്ക് ഇന്നും പറയാനുള്ളത് അത് തന്നെയാണ്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ കൂടുതൽ ദൈവവിളികൾ നമ്മുടെ ഇടയിൽ നിന്നുണ്ടാകുമെന്നുള്ളതിന് ആ സംശയമില്ല. അഭിവന്യ ഗ്രേഷ്യൻ മുണ്ടാടൻ പിതാവ് തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിനിടയിൽ വഹിച്ചിട്ടുള്ള ചുമതലകൾ ഏറെയാണ്. ഏറെ വർഷക്കാലം കേരളത്തിനു പുറത്തു വസിക്കുന്ന സീറോ മലബാർ സഭാംഗങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ റോമിൽ നിന്നും ചുമതലയേൽപ്പിക്കപ്പെട്ട അപ്പസ്തോലിക് വിസിറ്റേറ്റർ ആയിരുന്നു പിതാവ്. ആ കാലഘട്ടത്തിൽ ഭാരതത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലുള്ള വിശ്വാസികളുടെ ആത്മീയ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറെ പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ചെറുപ്പം മുതൽ ഒരു മിഷണറിയാകുവാൻ അഭിലഷിച്ചിരുന്ന അഭിവന്യ പിതാവിന് ദൈവം നൽകിയ അവസരങ്ങൾ വളരെ വലുതായിരുന്നു. നമ്മുടെ ഹൃദയവിചാരങ്ങൾ പോലും നമ്മേക്കാളേറെ തിരിച്ചറിയുന്ന ദൈവപിതാവിൻ്റെ കരുത്തുറ്റ ഇടപെടലുകൾ തിരിച്ചറിയുവാൻ ഈ ജീവിതം ഒരു മാതൃക കൂടിയാണ്. സീറോ മലബാർ സഭയ്ക്ക് അധികാരങ്ങളില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും ചെന്ന്
അവിടെയുള്ള സീറോ മലബാറുകാരുടെ കാര്യങ്ങൾ അവർക്ക് അവരുടെ ആ പാരമ്പര്യമനുസരിച്ചുള്ളതായ ശുശ്രൂഷകൾ, അജപാലന ശുശ്രൂഷകൾ കിട്ടുന്നതിന് വേണ്ടിയുള്ളതായ സാഹചര്യങ്ങൾ ഒരുക്കാനാണ് അതിനുവേണ്ടി അവിടുത്തെ മെത്രാൻ, അവർ ലാറ്റിൻ മെത്രാനായിരിക്കും. ആ മെത്രാനുമായിട്ട് ആലോചിച്ചുകൊണ്ട് അങ്ങനെയുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ജോലി എന്നെ ഏൽപ്പിച്ചത്. അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ പേഴ്സണൽ പാരിഷസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ സ്ഥാപിച്ചു. പിന്നെ അതിൻ്റെ അവസാനമൊക്കെ കൺക്ലൂഷനായിട്ടാണ് ഇപ്പോൾ നമുക്കറിയാം ഡൽഹിയിൽ ഫരീദാബാദ് എന്ന് പറയുന്ന രൂപത നമുക്ക് വേണ്ടി ഉണ്ടായത്. ഇനിയും അതുപോലെയുള്ള രൂപതകളൊക്കെ ഉണ്ടായി വരണം. അപ്പോൾ അതൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെയൊക്കെയാണ്. അതേസമയത്ത് തന്നെ ഞാൻ ഈ CBCIയുടെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ആ ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഒരു തരത്തിലൊക്കെ ഭംഗിയായിട്ടൊക്കെ ചെയ്തുകൊണ്ട് പോകാനായിട്ട് എനിക്ക് സാധിച്ചു. നാല് പതിറ്റാണ്ടുകൾ തികയ്ക്കുവാനൊരുങ്ങുന്ന മെത്രാൻ പദവിയും അരനൂറ്റാണ്ട് പിന്നിട്ട പൗരോഹിത്യ ശുശ്രൂഷയും തന്നിൽ അവശേഷിപ്പിച്ചിരിക്കുന്നത് തികഞ്ഞ സംതൃപ്തിയാണെന്ന് അഭിവന്യ ഗ്രേഷ്യൻ മുണ്ടാടൻ പിതാവ് സ്മരിക്കുന്നു. ഏറെ അതിശയകരമായി തന്നെ വഴി നടത്തുകയും വിസ്മയനീയമായ അവിടുത്തെ പദ്ധതികൾക്ക് കാര്യസ്ഥനായി നിയോഗിക്കുകയും ചെയ്ത വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെക്കുറിച്ചുള്ള ഈ വാക്കുകൾ നമുക്കും ആത്മവിശ്വാസം പകരുന്നവയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ, പൊതുവെ ഞാൻ പറഞ്ഞാൽ, എനിക്ക് ഈ ദൈവവിളിയുടെ അനുബന്ധിച്ചാണല്ലോ ഇതെല്ലാം ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് വളരെയേറെ സംതൃപ്തി നൽകിയിട്ടുള്ള ഒരു ജീവിതമാണ് എൻ്റേതായിരുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എല്ലാ തരത്തിലും സംതൃപ്തി. പലപ്പോഴും പലതരത്തിലുള്ളതായ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കാതെ പോയതോ അല്ലെങ്കിൽ അതിന് വേറെ തടസ്സങ്ങളുണ്ടായതോ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇല്ലെന്നല്ല. പക്ഷേ പൊതുവിൽ എനിക്ക് എൻ്റെ ആ സന്യാസ ജീവിതം, പൗരോഹിത്യ ജീവിതം, പിന്നെ മിത്രാനായിട്ടുള്ളതായ ഇതൊക്കെ വളരെയേറെ സംതൃപ്തി എനിക്ക് നൽകിയിട്ടുണ്ട്. ഒരിക്കലും ഒരു അസംതൃപ്തി ആ കാര്യത്തിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു സംശയത്തോടു കൂടി ഇങ്ങനെ തുടരാൻ പറ്റുമോ എന്നും മറ്റൊക്കെയുള്ള രീതിയിലൊക്കെ എനിക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും ഒരു അവസരം ഉണ്ടായിട്ടില്ല. എല്ലായ്പ്പോഴും സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാനത് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അതിലിന്ന് സംതൃപ്തിയുണ്ട്. ഇന്നിപ്പം വളരെയേറെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പൂർണ്ണ സമർപ്പണത്തോടെ തൻ്റെ വയലേലകളിൽ ശുശ്രൂഷ ചെയ്യുവാൻ തീരുമാനമെടുത്ത തൻ്റെ ശുശ്രൂഷകനെ ദൈവം നയിച്ച വഴികൾ വിസ്മയനീയമാണ്. ഒരു വ്യക്തിയുടെ സമർപ്പണത്താൽ ഒരു വലിയ സമൂഹത്തെ സ്വർഗത്തോളം ഉയർത്തുകയും അളവില്ലാത്ത അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്ത ദൈവത്തിൻ്റെ അവർണ്ണനീയമായ കാരുണ്യം ഇവിടെ വെളിപ്പെടുന്നു. ക്രിസ്തുവിനെ ഇനിയും അറിയാത്തവരും അന്ധകാരത്തിൽ വസിക്കുന്നവരുമായ അനേകായിരങ്ങൾക്കിടയിൽ ക്രിസ്തു സാക്ഷ്യമായി മാറുവാൻ ഈ അനുഭവങ്ങൾ നമുക്കും പ്രചോദനമേകട്ടെ.